everyone. നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താ മക്കളെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസന്റേഷൻ അല്ലേ? ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഒരു എൻറ്റിറ്റി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിക്കോട്ടെ, ബാലൻസ് ഷീറ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അത് പ്രസന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഉള്ളത്, അതല്ലേ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസന്റേഷൻ. നമ്മൾ അന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്താണ്? 6 പോയിന്റ്സ് വരെയാണ്, 1 മുതൽ 6 പോയിന്റ് വരെ നമ്മൾ അന്ന് പറഞ്ഞു. ഇനി പറയാനുള്ളത് എത്രയുണ്ട്? ഇനി ടോട്ടൽ 14 പോയിന്റ്സ് ആണുള്ളത്. അതിൽ 6 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ള 8 പോയിന്റുകൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യും കേട്ടോ. ചെറുതാണ്, വളരെ കാര്യമായിട്ടൊന്നും ഇല്ല, കുറച്ചൊക്കെ തന്നെ പറയാനുള്ളൂ. ഒരു ഇൻഡെപ്ത് സ്റ്റഡിയുടെ ഒന്നും ആവശ്യമില്ല, എല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സോ ദ 7th one, 7ാമത്തെ പോയിന്റ് ആണ് ലൈൻ ഐറ്റംസ്. എന്താ ലൈൻ ഐറ്റംസ് എന്നുള്ളതിൽ പറയുന്നത്? നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ്, പ്ലാന്റ്, എക്യുപ്മെന്റ്സ് അതെല്ലാം ഒന്നിച്ച് രേഖപ്പെടുത്തും. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ വേറെ സെപ്പറേറ്റ് ആയ ഒരു കാറ്റഗറിയായി കാണിക്കും. ഫിനാൻഷ്യൽ അസറ്റ്സിനെ വേറെ കാണിക്കും. ബയോളജിക്കൽ അസറ്റ്സിനെ വേറെ കാണിക്കും. ഇൻവെന്ററീസിനെ വേറെ കാണിക്കും. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ ക്ലാസ്സസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. മെറ്റീരിയൽ ക്ലാസ്സസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഹെഡിലും, അതായത് സിമിലർ ഐറ്റംസിനെ ഓരോ ഒരു പർട്ടിക്കുലർ ഹെഡിൽ കൊണ്ടിടുന്നു ഇല്ലേ? അപ്പൊ അതന്നെ എവിടെയും പറയുന്നത് ലൈൻ ഐറ്റംസ്. എന്താ ലൈൻ ഐറ്റംസ് എന്നുള്ളതിൽ പറയുന്നത്? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്സ് ഒന്നിച്ച് കാണിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസിനെ വേറെ കാണിക്കുന്നു. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വേറെ കാണിക്കുന്നു. ഫിനാൻഷ്യൽ അസറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു 4 നമ്മുടെ കൺവീനിയൻസിന് ജസ്റ്റ് എഴുതിയിട്ടേലും ഇനിയും ഇതേപോലെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ വരുന്ന കുറച്ചുകൂടി ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് നോട്ടിൽ കുറച്ചുകൂടി ഐറ്റംസ് കാണാം. അതിന്റെ ഓരോ ഐറ്റം സ്റ്റഡി ചെയ്യണമെന്നില്ല, ഏതൊക്കെയാണ് മെറ്റീരിയൽ ക്ലാസ്സസ് പറയുന്നത്. ഇനി 8th one, 8ാമത്തെ പോയിന്റ് ആണ് ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞത് എന്താണ്? ബാലൻസ് ഷീറ്റ് അല്ലെ? ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയാം. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ പ്രോഫിറ്റബിൾ ആണോ, ലോസ് ആണോ, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടോ, പ്രോഗ്രസീവ് ആണോ എന്നൊക്കെ ഏത് നോക്കിയാലും നമുക്കറിയാം. ബാലൻസ് ഷീറ്റ് നോക്കിയാലല്ലേ? സോ ആ ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ there is no prescribed format as per IAS 1, നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 പ്രകാരം അങ്ങനെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് എന്തിനില്ല? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനില്ല. നമുക്കറിയാം, നിങ്ങൾ ആദ്യമൊക്കെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്നത്? അസറ്റ് ഉണ്ടായിരിക്കും, ഒരു എമൗണ്ട് കോളം ഉണ്ടായിരിക്കും, ലാബിലിറ്റി ഉണ്ടായിരിക്കും, എമൗണ്ട് കോളം ഉണ്ടായിരിക്കും, ലാബിലിറ്റി അസറ്റ്, അങ്ങനെയല്ലേ നമ്മൾ ചെയ്തിരുന്നത്? അസറ്റും ലാബിലിറ്റിയും എമൗണ്ട്സും ഇങ്ങനെയല്ലേ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ എങ്ങനെയാ? നമ്മൾ ഹൊറിസോണ്ടലി അല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്? ലാബിലിറ്റി എഴുതും ആദ്യം, ദെൻ ഒരു എമൗണ്ട് കോളം, ലാബിലിറ്റി എഴുതി അത് കഴിഞ്ഞാൽ അസറ്റ് എഴുതും, ആ എമൗണ്ട് കോളം, അങ്ങനെയല്ലേ ചെയ്യുന്നത്. സോ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് എന്തിനില്ല? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിനില്ല. ദെൻ അസറ്റുകളും ലാബിലിറ്റീസും റെക്കോർഡ് ചെയ്യുമ്പോൾ രണ്ടും കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് നോൺ കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റി ആൻഡ് നോൺ കറണ്ട് ലാബിലിറ്റി അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ആസ് പെർ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 ഇല്ല. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ അസറ്റ് ലാബിലിറ്റി എഴുതുമ്പോൾ അസറ്റിനെ കറണ്ട് അസറ്റ് എന്നും നോൺ കറണ്ട് അസറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യും. ലാബിലിറ്റിനെ കറണ്ട് ലാബിലിറ്റി ആൻഡ് നോൺ കറണ്ട് ലാബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി 9th പോയിന്റ്, 9ാമത്തെ പോയിന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും അതിന്റെ ഒപ്പം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ എന്താ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്
കമ്പനിയുടെ ടോട്ടൽ ഇൻകം, ടോട്ടൽ എക്സ്പെൻസ് അല്ലെ, ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറയ്ക്കല്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻകംസ് എന്താണെന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യും, എക്സ്പെൻസസ് എന്താണെന്നുള്ളത് റെക്കോർഡ് ചെയ്യും. ഇൻകത്തിന്റെ ടോട്ടൽ നിന്ന് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും, മൈനസ് ചെയ്യും. അതാണ്, അതായത് ടോട്ടൽ ഇൻകം ലെസ് ടോട്ടൽ എക്സ്പെൻസസ്. അതിനെയാണ് നമ്മൾ എന്തിൽ കാണിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എന്താ കാണിക്കുന്നത്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്ത, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാത്ത ഐറ്റംസിനെയാണ് നമ്മൾ ഏതിൽ കാണിക്കുന്നത്, കോംപ്രഹെൻസീവ് ഇൻകത്തിൽ കാണിക്കുന്നത്. Comprehensive income includes the items of income and expenses that are not recorded or that are not recognized in profit and loss account. നമ്മുടെ profit and loss account നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാത്ത ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ് കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താ ചെയ്യുന്നത്, ടോട്ടൽ ഇൻകം ടോട്ടൽ എക്സ്പെൻസും, ടോട്ടൽ ഇൻകത്തിൽ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഡക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ലെസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ പത്താമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ചോയ്സ് ഇൻ പ്രസന്റേഷൻ ആൻഡ് ബേസിക് റിക്വയർമെന്റ്സ്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. അതില് മേ ബി നമ്മളിപ്പോൾ പറഞ്ഞു, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ഒന്നെങ്കിൽ P&L അക്കൗണ്ടിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും ഒന്നിച്ച് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഒന്നെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മുടെ കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും എന്ത് ചെയ്യാം, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, രണ്ടും രണ്ടായിട്ട്, അതായത് ടു സ്റ്റേറ്റ്മെന്റ്, രണ്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ദെൻ സെപ്പറേറ്റ് ആയിട്ട് കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും കാണിക്കണം. ക്ലിയർ അല്ലേ? ഒന്നെങ്കിൽ രണ്ടും ഒന്നിച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടിനും രണ്ടായിട്ട് തന്നെ നമുക്ക് കാണിക്കാം. ഇനി നമ്മുടെ 11ാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, പ്രോഫിറ്റ് ഓർ ലോസ് സെക്ഷൻ ഓർ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റില്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സെക്ഷനിൽ നമ്മൾ എന്തൊക്കെ റെക്കോർഡ് ചെയ്യാം, റവന്യൂ, gains, losses from financial assets, financial costs, share of profit or loss from joint ventures, etc. എന്താ പറയുന്നത്, നമ്മുടെ ബിസിനസ്സിന്, നമ്മുടെ കമ്പനിക്ക്, നമ്മുടെ ഓർഗനൈസേഷന് റവന്യൂ എത്രയാണ്, ഗൈൻസ് എത്രയാണ്, അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ അസറ്റിൽ ഉണ്ടാകുന്ന ലോസസ് എത്രയാണ്, ഇൻകർ ചെയ്യുന്ന ഫിനാൻഷ്യൽ കോസ്റ്റുകൾ എത്രയാണ്, അതേപോലെ ജോയിന്റ് വെഞ്ചേഴ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിന്റെ ഷെയർ എത്രയാണ്. ഇങ്ങനെയുള്ള ഇൻകംസും എക്സ്പെൻസസും ഒക്കെയാണ് നമ്മൾ ഏതിൽ റെക്കോർഡ് ചെയ്യണത്, നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് സെക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണത്. ഇനി നമ്മുടെ 12ാമത്തെ പോയിന്റ്, 12th വൺ, അതർ കോംപ്രഹെൻസീവ് ഇൻകം സെക്ഷൻ. നമ്മുടെ കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാത്ത, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കഗ്നൈസ് ചെയ്യാത്ത ഐറ്റംസിനെയാണ് കോംപ്രഹെൻസീവ് ഇൻകം സെക്ഷൻ അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കാണിക്കുന്നത്. Then 13th point, 13ാമത്തെ പോയിന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ എന്താ പറയണത്, ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാ കാണിക്കുക, ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി. ഇത് ഒരു ഇക്വിറ്റി സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് IFRS 1 പ്രകാരം നിർബന്ധമാണ്. ഇറ്റ് ഈസ് കമ്പൽസറി ടു പ്രിപ്പയർ എ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഏത് പ്രകാരമാണ്, ആസ് പെർ IFRS 1 പ്രകാരം, IFRS 1 എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു കമ്പനി, ഒരു എൻറ്റിറ്റി, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് പ്രിപ്പയർ ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ദെൻ ആ സ്റ്റേറ്റ്മെന്റിൽ എന്താ കാണിക്കുന്നത്, ഇറ്റ് മസ്റ്റ് ഷോ ദ എമൗണ്ട്സ് അട്രിബ്യൂട്ട്സ് ടു ഓണേഴ്സ് ആൻഡ് ദ എമൗണ്ട്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു കമ്പനിയുടെ ഓണേഴ്സ് ആരാ, ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. സോ ആ ഓണേഴ്സിന് എത്രത്തോളം എമൗണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട്സ് ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഏതിൽ കാണിക്കുന്നത്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ
കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണേഴ്സിന് എത്ര എമൗണ്ട് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഓണേഴ്സിന് എത്ര എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഓണേഴ്സിന് ലഭിക്കേണ്ട, അതായത് അവർക്ക് നമ്മൾ നീക്കി വയ്ക്കുന്ന എമൗണ്ട്സിനെയാണ് ഇതിൽ കാണിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ കാണിക്കുന്നത്. Then the 14th one, notes to financial statement. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ താഴെ നോട്ട്സ് എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്താൽ അതിന്റെ താഴെ നമ്മൾ നോട്ട്സ് എന്ന് പറഞ്ഞു കൊടുക്കും. അതായത് എന്തിനങ്ങനെ നോട്ട് കൊടുക്കുന്നത്? ചിലപ്പോൾ നമ്മൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മൊത്തം കാൽക്കുലേഷൻസ് കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ 1000 മൈനസ് 500 എന്തെങ്കിലും ഒരു ഏതെങ്കിലും ആയിട്ട് 1500 കുറച്ചിട്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ 500 എഴുതിയിട്ടുള്ളത്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 500 ഉള്ളൂ. അത് എങ്ങനെ 500 എന്നുള്ള ഒരു എലമെന്റ് വന്നു, അത് നമ്മൾ എവിടെ കാണിക്കാം? നമ്മുടെ നോട്ട്സ് ടു അക്കൗണ്ടിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്ന ഐറ്റംസിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് നോട്ട്സ് ടു അക്കൗണ്ട്. It is the information about the basis of preparation of financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്ത ഒരു ബേസിസിനെയാണ്, ആ ഒരു ഇൻഫർമേഷൻ എന്നാണ് ഇതിൽ കാണിക്കുന്നത്, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ എന്ത് കഴിഞ്ഞു? പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസന്റേഷൻ എന്നുള്ള ടോപ്പിക് കഴിഞ്ഞു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 6 പോയിന്റ്സ് ഡീൽ ചെയ്തു. ഇന്ന് ബാക്കിയുള്ള 14 പോയിന്റുകളാണ് മൊത്തം. അതിൽ 6 പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു, ബാക്കിയുള്ള 8 നമ്മൾ ഇന്ന് പറഞ്ഞത് ലൈൻ ഐറ്റംസ്, അതായത് ഓരോ മെറ്റീരിയൽ ക്ലാസ്സുകളാണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഇല്ല. പക്ഷെ അസറ്റിനും ലാബിലിറ്റിയിലും നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റി, നോൺ കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ച് കാണിക്കുന്നു. കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എന്താ? ഈ P&L അക്കൗണ്ടിൽ കാണിക്കാത്ത ഐറ്റംസിനെയാണ് അതിൽ കാണിക്കുന്നത്. ദെൻ ഒന്നുകിൽ രണ്ടും ഒന്നിച്ച്, അതായത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയി പ്രിപ്പയർ ചെയ്യാം, അതല്ലെങ്കിലോ രണ്ടും രണ്ടായിട്ട് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ആക്കാം. പിന്നെ പറഞ്ഞു P&L അക്കൗണ്ടിൽ റവന്യൂ, ഗെയിൻ, ലോസസ് ഒക്കെ കാണിക്കുന്നു. ദെൻ കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഇതിൽ കാണിക്കാത്ത ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണേഴ്സിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള എമൗണ്ട് കാണിക്കുന്നതാണ്. ദെൻ ദ ലാസ്റ്റ് വൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കുന്ന നോട്ട്സ്. എന്തിനാണ്? ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കാണിക്കാം കേട്ടോ. അതായത് ചെറിയ ടോപ്പിക്കാണ്, അത് 14 പോയിന്റ് ഉണ്ടെങ്കിൽ കുറച്ച് പഠിക്കാനൊക്കെ ഉള്ളൂ. മനസ്സിലാക്കി പഠിക്കുക, വീഡിയോ കാണുക, നോട്ട്സുകൾ ടേക്ക് ഡൗൺ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.